ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ 12ാമത് ഓർമ്മ പെരുന്നാളിൽ ഈ അനുസ്മരണ പ്രഭാഷണവും പ്രാർത്ഥനകളും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഗ്രിഗോറിയൻ ടെലിവിഷൻ ചാനൽ വഴി ആഗോളതലത്തിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അഭിവന്ദനായ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി വേദപുസ്തകം ആദ്യോടന്തം പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളും മനഃപ്പാഠമാണ്. അത് ഹൃദയസ്ഥമായി ഉദ്ധരിക്കാറുണ്ട്. അഭിമന്യ തിരുമനസ്സുകൊണ്ട് 94ാമത്തെ വയസ്സിൽ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇപ്പോൾ അങ്ങയുടെ മനസ്സിൽ വന്നു ചേർന്ന് നിൽക്കുന്ന വേദഭാഗം ഏതാണെന്ന്. അദ്ദേഹം വേദപുസ്തകം നോക്കാതെ തന്നെ ഒരു വേദഭാഗം ഉദ്ധരിക്കുകയുണ്ടായി. അത് സങ്കീർത്തനം 57ന്റെ 2ാമത്തെ ഭാഗമാണ്. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം തന്നെ. ഈ വിശുദ്ധ പിതാവിനെ നമ്മൾ സ്മരിക്കുമ്പോൾ ഈ വേദഭാഗം ആ ജീവിതത്തിൻ്റെ ആകത്തുകയായിരുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം തന്നെ. ഒസ്താത്യോസ് തിരുമേനി എല്ലായ്പ്പോഴും ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ദൈവം വഴി നടത്തി, ദൈവം പരിപാലിച്ചു. ദൈവത്തിൻ്റെ ഉത്തമ ശിഷ്യനായി ഈ ഭൂമുഖത്ത് തൻ്റെ ശുശ്രൂഷ പൂർത്തീകരിക്കുകയുണ്ടായി. ഈ ഹ്രസ്വമായ അനുസ്മരണ പ്രഭാഷണത്തിൽ ഒസ്താത്യോസ് തിരുമേനിയുടെ ശിഷ്യന്മാരുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയുള്ള എല്ലാ അഭിവന്ദരായ വൈദികരെയും അഭിവന്യ തിരുമനസ്സുകൊണ്ട് പഠിപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹസ്പർശം അനുഭവിച്ചവർ അനവധിയാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം ധാരാളം പേരിലുണ്ടായിരുന്നു. 2012 ഈ ഭൂമുഖത്ത് നിന്നും അദ്ദേഹം യാത്രയായി. 1918 അദ്ദേഹം ജനിച്ചു. 94 വർഷം വലിയ സാക്ഷ്യജീവിതം ഭൂമുഖത്ത് നൽകി. അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചു. മലങ്കര സഭയിലേക്ക് അനേക വിശ്വാസികളെ നിലനിർത്തി. സഭയുടെ മിഷൻ പ്രവർത്തനത്തിന് ദേശീയ പൈതൃകം പകർന്നു. ആഗോളതലത്തിൽ സഭയുടെ മിഷൻ വ്യാപിപ്പിക്കണമെന്നുള്ള വലിയ മോഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എൻ്റെ ഈ ഹ്രസ്വമായ ഈ അനുസ്മരണ പ്രഭാഷണത്തിൽ 25 വയസ്സിന് താഴെയുള്ള നമ്മുടെ ന്യൂ ജനറേഷനെ ഒസ്താത്യോസ് തിരുമേനി ആരാണെന്ന് ഓർപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഗുരു, നമ്മുടെ അഭിവന്ദനായ പിതാവ്, വേദപാഠങ്ങൾ പകർന്ന ഉത്തമ ജ്ഞാന ദാർശനികൻ. എത്രയോ ഉദാഹരണങ്ങളാണ് പറയുവാനുള്ളത്. നമ്മുടെ മുന്നിലുള്ളത് നിരണം മെത്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്ത 1976 മുതൽ 2007 വരെ. അങ്ങനെ അടയാളപ്പെടുത്താമെങ്കിലും 2012 വരെയും ഇന്നും നിരണം മെത്രാസനത്തിൻ്റെ അധ്യക്ഷനായിട്ട് തന്നെ അദ്ദേഹം നമ്മുടെ മനസ്സുകളിൽ നിലനിൽക്കുകയാണ്. ഒസ്താത്യോസ് തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം ഓർത്തഡോക്സ് വൈദിക സെമിനാരിൽ അധ്യാപകൻ എന്ന നിലയിൽ 1952 മുതൽ 2008 വരെ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. ഏതാണ്ട് 36 വർഷം അദ്ദേഹം പ്രവർത്തിച്ചു. ഒസ്താത്യോസ് തിരുമേനി എങ്ങനെ അടയാളപ്പെടുത്താം? പ്രശസ്തനായ വേദശാസ്ത്രജ്ഞൻ, പ്രഭാഷകൻ, ഗ്രന്ഥകാരൻ, മിഷണറി, ഇങ്ങനെ അനേക വാക്കുകളിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുവാനായിട്ട് കഴിയും എന്ന് ഓർക്കണം. ഒസ്താത്യോസ് തിരുമേനി ആരായിരുന്നു എന്ന് കമ്പിവാചകങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്
നെരണം മെത്രാസനത്തിൻ്റെ അധ്യക്ഷനായ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ടാണ് അദ്ദേഹം എഴുതി, ഓസ്താത്യോസ് തിരുമേനി കാരുണ്യത്തിൻ്റെ കർമ്മയോഗിയായിരുന്നു. ഞാൻ ആ ഭാഗം വായിക്കുകയാണ്. സ്നേഹത്തിൻ്റെ അപ്പോസ്തോലൻ, സാമൂഹിക നീതിയുടെ പ്രവാചകൻ, പങ്കിടീലിൻ്റെ പ്രചാരകൻ, മതങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും അതീതമായി മനുഷ്യബന്ധങ്ങളെ മാനിച്ച മഹാത്മാവ്, അഗതികളുടെയും ആലംബഹീനരുടെയും അത്താനി, വേദനിക്കുന്നവരുടെ വേദന ഏറ്റുവാങ്ങിയ മനുഷ്യസ്നേഹി, ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും ലാളിത്യവും സുതാര്യതയും സത്യസന്ധതയും കാത്തു സൂക്ഷിച്ച സമർപ്പിതൻ. ഇതിനപ്പുറം എന്ത് വിശേഷണമാണ് നമുക്ക് കൊടുക്കുവാനായിട്ടുള്ളത്? വളരെ ഭംഗിയായി ഓസ്താത്യോസ് തിരുമേനിയെ പുതുതലമുറയ്ക്ക് അഭിയുന്ന ക്രിസോസ്റ്റമോസ് തിരുമേനി അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓർത്തിരിക്കാം, അദ്ദേഹം കോറിയോ പട്ടം ഏൽക്കുന്നത് 1948 അന്ന് അദ്ദേഹത്തിന് 30 വയസ്സായിരുന്നു. കോറിയോ പട്ടം സ്വീകരിച്ച ഉടൻ തന്നെ അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയുണ്ടായി. അമേരിക്കയിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നേടി, MA നേടി, STM നേടി, തുടർന്ന് തിരികെ വരികയാണ്. 1956 വൈദികനാകുമ്പോൾ 38 വയസ്സാണ്. അദ്ദേഹം മെത്രാപ്പൊലീത്ത ആകുമ്പോൾ 1975 57 വയസ്സിൽ മെത്രാപ്പൊലീത്ത ആയി. 2008 സഭാരത്നം ബഹുമതി നൽകി സഭ ആദരിച്ചു, ബഹുമാനിച്ചു. 87 വയസ്സിൽ അദ്ദേഹം തൻ്റെ ശുശ്രൂഷകൾ ഔദ്യോഗികമായി അതിൽ നിന്നും വിരമിക്കുകയായിരുന്നു. തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും പ്രവർത്തനങ്ങളും വളരെ സജീവമായിരുന്നു. അദ്ദേഹം മാവേലിക്കര സെൻറ്റ് പോൾസ് മിഷൻ സെൻറ്ററിൽ താമസിച്ചുകൊണ്ട് പഠനം നടത്തി, വേദവായന നടത്തി, ആരാധന നടത്തി, അനേകം ആളുകൾക്ക് ആത്മീയ ബൗദ്ധിക ഇടപെടലുകൾ നടത്തി. അങ്ങനെ ഓസ്താത്യോസ് തിരുമേനി തൻ്റെ ജീവിതം 94 വയസ്സുവരെ ദീർഘമായി ദൈവം പരിപാലിച്ചു എന്നുള്ളതാണ്. എനിക്ക് അഭിവന്യ ഗീവർഗീസ് മാർ ഓസ്താത്യോസ് തിരുമേനിയുമായിട്ടുള്ള ബന്ധം 1980 ആരംഭിക്കുന്നതാണ്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന അവസരത്തിലാണ്. ഞാനിത് പറയുന്നത് വളരെ അപ്രസക്തമാണ്. അഭിവന്യരായ പിതാക്കന്മാരൊക്കെയും എന്നേക്കാൾ അധികമായ ബന്ധവും ആഴവും സ്നേഹവും വാത്സല്യവും ഗീവർഗീസ് മാർ ഓസ്താത്യോസ് തിരുമേനിയോടുണ്ടായിരുന്നു. 1987 വൈദിക സെമിനാരിയിൽ ഒരു വിദ്യാർത്ഥിയായി ഞാൻ ചേർന്നു. അന്ന് അദ്ദേഹം പഠിപ്പിച്ച വിഷയം മിഷനെ കുറിച്ചാണ് പഠിപ്പിച്ചത്. ബോർഡിൽ അനേക വിഷയങ്ങൾ, 10-30 വിഷയങ്ങൾ അദ്ദേഹം എഴുതി. ഇഷ്ടമുള്ള വിഷയമെടുക്കാം. എല്ലാവരും വിഷയമെടുത്തപ്പോൾ അവസാനം കടന്ന വിഷയം കമ്മ്യൂണിക്കേഷൻ ആൻഡ് മിഷൻ എന്നൊരു വിഷയമായിരുന്നു. ഞാൻ അതെടുക്കുവാൻ നിർബന്ധിതമായി. ഞാൻ ഒരു ഗ്രഹപാഠം, ഒരു അസൈൻമെൻ്റ് എഴുതി. അസൈൻമെൻ്റ് സമർപ്പിച്ചു. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ റൂമിലേക്ക് വിളിപ്പിക്കുകയുണ്ടായി. പേപ്പർ എനിക്ക് തന്നു. ഞാൻ നോക്കിയപ്പോൾ അതിൽ A+ എന്ന മാർക്കിട്ടിരിക്കുകയാണ്. അഭിവന്യ ഓസ്താത്യോസ് തിരുമേനി എന്നോട് പറഞ്ഞു, ഈ ലേഖനം പ്രസിദ്ധീകരിക്കണം, ഇത് വായിക്കണം. ധാരാളം ആളുകൾ മിഷനെക്കുറിച്ചും കമ്മ്യൂണിക്കേഷനെക്കുറിച്ചും മനസ്സിലാക്കണം. ഞാനത് നമ്മുടെ മാത്യു വൈദ്യൻ കോറപ്പിസ്കോപ്പ അച്ഛൻ, അന്ന് യൂത്ത് മാസികയുടെ ചീഫ് എഡിറ്ററായിരുന്നു, അയച്ചു കൊടുത്തു. 4 ലക്കങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മിഷൻ എന്ന ലേഖനം പ്രസിദ്ധീകരിച്ചു. ഇത്ര സ്വാധീനമാണ്. തുടർന്ന് ഈ പഠനങ്ങളിൽ എന്നെ സ്വാധീനിച്ചത് ഈ പിതാവാണ്. അദ്ദേഹത്തെക്കുറിച്ച് ദീർഘമായ അഭിമുഖങ്ങൾ നടത്തി. 2 ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചു. അവ വീണ്ടും വീണ്ടും പ്രസിദ്ധീകരിക്കുവാനിടയായി. അദ്ദേഹത്തെക്കുറിച്ച് മനോഹരമായ ഒരു ഡോക്യുമെൻ്ററി 2012 പ്രസിദ്ധീകരിക്കുവാനിടയായി. ഓർക്കണം,
ഇങ്ങനെ ഈ പിതാവ് എൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ സ്പർശിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ആത്മാവ് എന്നിൽ നിൽക്കുന്നത്. ഈ പ്രഭാഷണം തയ്യാറാക്കുന്നതിന് ഞാൻ പുസ്തകങ്ങൾ റെഫർ ചെയ്തില്ല. ഞാൻ എടുത്തു നോക്കിയത് 2012 അദ്ദേഹം കാലം ചെയ്ത അവസരത്തിൽ നമ്മുടെ ഗ്രിഗോറിയൻ ടെലിവിഷൻ ലൈവ് സംപ്രേഷണം നടത്തുകയുണ്ടായി. ആദ്യം മുതൽ അന്ത്യം വരെ ആ ലൈവ് സംപ്രേഷണം വീണ്ടും ഞാനിന്ന് കാണുകയുണ്ടായി. എൻ്റെ ആത്മാവ് കോരിത്തരിച്ചു. ആ ശുശ്രൂഷകൾ, അനേക ജനങ്ങളുടെ സാന്നിധ്യം, പ്രാർത്ഥന. അതുകൊണ്ട് ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി, ഞാൻ പറയും, അദ്ദേഹം കാലം ചെയ്തിട്ടില്ല. അദ്ദേഹം മനുഷ്യ മനസ്സുകളിൽ ജീവിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു. നമ്മൾ ഓരോരുത്തരിലും അഭംഗുരം സ്പന്ദിക്കുകയാണ്, നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്, നമ്മളെ പ്രദീപ്തമാക്കുകയാണ്, നമ്മളെ ഉദ്ദീപിപ്പിക്കുകയാണ്. അദ്ദേഹം സജീവമായി നമുക്ക് മധ്യസ്ഥനായി നമ്മുടെ ഇടയിൽ അദ്ദേഹം പാർക്കുകയാണ്. ഒസ്താത്യോസ് തിരുമേനിയെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം 66 ഗ്രന്ഥങ്ങളാണ് എഴുതിയിട്ടുള്ളത്. 15 ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങൾ, 57 മലയാള ഗ്രന്ഥങ്ങൾ, 4 ഗവേഷണ പ്രബന്ധങ്ങൾ. BD ബിരുദം നേടി, MA ബിരുദം നേടി, STM ബിരുദം നേടി. 1993 ഡോക്ടറേറ്റ് സറാംപൂർ സർവകലാശാല അദ്ദേഹത്തിന് നൽകി. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ദീർഘമാണ്. 1000-ൽ-അധികം പ്രബുദ്ധമായ ലേഖനങ്ങൾ, ഗവേഷണ പ്രബന്ധങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 5 പുസ്തകങ്ങളെ പരിചയപ്പെടുത്തിയതിന് ശേഷം ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി നമ്മിൽ എങ്ങനെയാണ് ആത്മീയ ദൗത്യം പകർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. 66 ഗ്രന്ഥങ്ങൾ എഴുതിയെന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 5 ഗ്രന്ഥങ്ങളുടെ പേര് മാത്രം പറഞ്ഞ് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം എഴുതി 1979. നമുക്ക് ഓർത്തിരിക്കണം, അന്ന് അദ്ദേഹം മെത്രാപ്പൊലിത്തയാണ്. 1975 മെത്രാപ്പൊലിത്ത ആയതിനു ശേഷം അദ്ദേഹം എഴുതിയ പ്രൗഢമായ ഗ്രന്ഥമാണ് തിയോളജി ഓഫ് ക്ലാസ്ലെസ് സൊസൈറ്റി, വർഗരഹിത സമൂഹം. ധാരാളം ട്രാൻസ്ലേഷൻസ് ഉണ്ടായി, ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടായി, വിവിധ ഭാഷകളിലുണ്ടായി. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. 1981 അദ്ദേഹത്തിൻ്റെ മഹത്തായ മറ്റൊരു ഗ്രന്ഥമാണ് ദ സിൻ ഓഫ് ബീയിങ് റിച്ച് ഇൻ എ പുവർ വേൾഡ്. ദരിദ്ര ലോകത്ത് സമ്പന്നനായിരിക്കുന്നത് പാപമാണ്. പാപത്തിന് പുതിയ നിർവചനം, പാപത്തിന് പുതിയ ഡെഫിനിഷൻ, പാപത്തിൻ്റെ പുനർവായന അന്ന് അദ്ദേഹം നടത്തുകയുണ്ടായി. ദരിദ്ര ലോകത്ത് സമ്പന്നനായിരിക്കുന്നത് പോലും പാപമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. 1999 അദ്ദേഹത്തിൻ്റെ ജീവനും ആത്മാവും പരമാത്മാവും മനസ്സും എല്ലാം ചേർന്ന് നിൽക്കുന്ന തിയറി അവതരിപ്പിച്ചു. അതിൻ്റെ പേരാണ് ഷെയറിംഗ് ഗോഡ് ആൻഡ് ഷെയറിംഗ് വേൾഡ്. പങ്കിടുന്ന ദൈവം, പങ്കിടുന്ന ലോകം. ഇംഗ്ലീഷിലും മലയാളത്തിലും ആ പുസ്തകം അവൈലബിൾ ആണ് എന്ന് ഓർത്തിരിക്കണം. വീണ്ടും 2010 വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദാർശനിക സൈദ്ധാന്തിക ചിന്തകൾക്ക് വലിയ മാനമുണ്ടായി. അദ്ദേഹം 2010 എഴുതി വൺ റിലീജിയൻ ഓഫ് ലവ്, അത്രൈത തിയോളജി, സ്നേഹത്തിൻ്റെ ഏക മതം. 2024 ഈ ദർശനം വളരെ പ്രസക്തമാണ്. ബഹുമത പാരമ്പര്യമുള്ള, പൈതൃകമുള്ള, സാംസ്കാരിക, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുള്ള ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഈ ഗ്രന്ഥം വളരെ പ്രസക്തമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹം കാലം ചെയ്തതിന് ശേഷമാണ് 2013 പുസ്തകം ഇറങ്ങിയത്. ഗോഡ് ഓഫ് അഗപ്പെ, ലീഡ് us to justice and peace. ഈ പുസ്തകത്തിൻ്റെ പണിപ്പുര 2012 പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് 2013 WCCയുടെ 10th അസംബ്ലി കൊറിയയിലെ ബൂസാനിൽ നടക്കുകയുണ്ടായി. ആ അസംബ്ലിയിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയോട് ഈ ചിന്താവിഷയം അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം വളരെ അസ്വസ്ഥനായി.
ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു പ്രസംഗം പറയണം. ഞങ്ങൾ ഉടൻ തന്നെ ഒരു വീഡിയോ അറേഞ്ച് ചെയ്തു. നിങ്ങൾക്ക് യൂട്യൂബിൽ ആ പ്രസംഗം കേൾക്കാം. 93-ാമത്തെ വയസ്സിൽ അദ്ദേഹം WCCയുടെ ചിന്താവിഷയത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രഭാഷണം 10-20 മിനിറ്റുള്ള ഇംഗ്ലീഷ് പ്രഭാഷണം അദ്ദേഹം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് ഇതായിരുന്നു, ചിന്താവിഷയം ഇങ്ങനെയായിരുന്നു: ഗോഡ് ഓഫ് ലൈഫ് ലീഡ് us to justice and peace. ഗോഡ് ഓഫ് ലൈഫ്, ജീവനാഥ, ഞങ്ങളെ നീതിയിലേക്കും ശാന്തിയിലേക്കും നയിക്കണമേ. 2 വാക്കുകളെയാണ് അദ്ദേഹത്തിനെ അസ്വസ്ഥമാക്കിയത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥമാക്കിയ വാക്ക് ജീവനാഥ. അദ്ദേഹം പറഞ്ഞ വാക്ക് മാറ്റണം. ഗോഡ് ഓഫ് ലൈഫ് അല്ല, ഗോഡ് ഓഫ് ലവ് എന്ന പദം ഉണ്ടാവണം. ഈ പദമൊക്കെ വിമർശിക്കുവാനും ഡീകൺസ്ട്രക്ട് ചെയ്യാനും അപനിർമ്മാണം നടത്തുവാനും പൊളിച്ചെഴുതാനും ഒക്കെ ദാർശനികരായ പണ്ഡിതന്മാർക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് ഉസ്താദ് തിരുമേനി ഭംഗിയായി നിർവഹിച്ചു. ഓർത്തിരിക്കണം, എത്രാമത്തെ വയസ്സിലാണ്? 93-ാമത്തെ വയസ്സിൽ വലിയ പണ്ഡിതന്മാർ രൂപപ്പെടുത്തിയ ചിന്താവിഷയത്തോട് അദ്ദേഹം ഏറ്റുമുട്ടുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഗോഡ് ഓഫ് ലൈഫ് എന്നല്ല വേണ്ടത്, ഗോഡ് ഓഫ് അഗാപ്പേ, സ്നേഹനാഥ എന്ന് അടയാളപ്പെടുത്തണം. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ പോരാ, വി നീഡ് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി എന്ന് അടയാളപ്പെടുത്തണം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ 2013 ഗീവർഗീസ് മാർ ഉസ്താദ് തിരുമേനിയുടെ ഈ പ്രഭാഷണം, ഇംഗ്ലീഷ് പ്രഭാഷണം ഒന്ന് കേൾക്കുമ്പോഴാണ് 93-ാമത്തെ വയസ്സിൽ ആത്മാഭിമാനത്തോടെ, ധീരതയോടെ, വൈജ്ഞാനിക പ്രബുദ്ധതയോടെ ഗീവർഗീസ് മാർ ഉസ്താദ് തിരുമേനി WCCയുടെ ഒരു വിഷയത്തെ പൊളിച്ചടുക്കി ഒരു പുതിയ ദർശനം അവതരിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഉസ്താദ് തിരുമേനി കുറേ കൂടി അടുത്തറിയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മനസ്സിൽ നിന്നും വന്ന ചില ചിന്തകളാണ് വളരെ ചെറിയ വാക്കുകളിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ഗീവർഗീസ് മാർ ഉസ്താദ് തിരുമേനിയെ അടുത്തറിയുവാൻ, മറന്നു പോകാതിരിക്കുവാനായിട്ട് 4 വാക്കുകൾ മാത്രമേ ഈ പ്രഭാഷണത്തിൽ ഞാൻ പങ്കുവെക്കുന്നുള്ളൂ. ഈ 4 വാക്കുകളും ഡിയിൽ ആരംഭിക്കുന്ന വാക്കുകളാണ്. D4. ഒന്നാമത് D4, ഡിവോഷൻ, ദൈവാഭിമുഖ്യം. ദൈവാഭിമുഖ്യമുള്ള പിതാവ് ആരായിരുന്നു? ഗീവർഗീസ് മാർ ഉസ്താദ് മെത്രാപ്പൊലീത്ത. നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ധീരമായ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ സജീവമായ സാന്നിധ്യം, ഞാൻ പറയും അദ്ദേഹം ദൈവാഭിമുഖ്യമുള്ള പിതാവാണ്. 2008 ശേഷം ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, അദ്ദേഹം ഈ സെൻറ്റ് പോൾസ് സുവിശേഷാലയത്തിൽ താമസം ആരംഭിച്ചു. ഇവിടെ അദ്ദേഹം എന്താണ് ചെയ്തത്? വേദവായന, ആരാധന, ധ്യാനം, എഴുത്ത്, ബൗദ്ധികമായ ഇടപെടലുകൾ, ആളുകളെ സ്വീകരിക്കുക, അവരോട് ചർച്ച ചെയ്യുക, പ്രാർത്ഥന, പ്രാർത്ഥന, പ്രാർത്ഥന എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം 4 ഗ്രന്ഥങ്ങൾ എഴുതി പ്രാർത്ഥനയെക്കുറിച്ച്. ഓരോ ദിവസവും പ്രാർത്ഥിക്കുവാനായിട്ട്, ഓരോ ദിവസവും ധ്യാനിക്കുവാനായിട്ട് ഒരു വേദവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രാർത്ഥന എഴുതി. നമ്മളത് വായിക്കണം, പഠിക്കണം. സാമൂഹിക ദർശനവും സാമൂഹിക വിമർശനവുമുള്ള പ്രാർത്ഥനകളാണ് അതെല്ലാം എന്നുള്ളത്. ഒന്നാമത്തെ പുസ്തകം 1998 അദ്ദേഹം എഴുതി, ഇടവിടാതെ പ്രാർത്ഥിക്കുവീൻ. തുടർന്നെഴുതി 90 തിരുവചന പ്രാർത്ഥനകൾ. തുടർന്നെഴുതി 91 തിരുവചന പ്രാർത്ഥനകൾ. തുടർന്നെഴുതി തിരുവചന പ്രാർത്ഥനകൾ. അത് തിരുവല്ല CSS ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഉസ്താദ് തിരുമേനിയുടെ എല്ലാ ഗ്രന്ഥങ്ങളും അദ്ദേഹം തന്നെ കാശ് മുടക്കി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച് അദ്ദേഹം തന്നെ പല സ്ഥലങ്ങളിൽ വിറ്റഴിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അക്ഷരങ്ങളോടും എഴുത്തിനോടും പുസ്തകത്തോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന അദമ്യമായ അഭിവാഞ്ച നമുക്ക് മറക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ആ വലിയ പ്രാർത്ഥനയുടെ അനുഭവം നമ്മൾ എപ്പോൾ ഇവിടെ വന്നാലും അദ്ദേഹം നമ്മോട് പ്രാർത്ഥിക്കും. തുടർന്ന് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് ഒരു തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്?
അതാര് വന്നാലും പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന. അതുകൊണ്ട് അദ്ദേഹം തന്നെ പറയുന്ന ഒരു കഥയുണ്ട്, ഒരു സംഭവമാണ്. 1930-കളിൽ അദ്ദേഹം പ്രസംഗം കേൾക്കുവാനായിട്ട് പോകുമായിരുന്നു. നമുക്കറിയാം 1918 അദ്ദേഹം ജനിച്ചത്. ഈ സംഭവം 1930 നമ്മുടെ ഈ മാവേലിക്കര, ഈരേക്കടവ്, പത്തിച്ചിറ, ചെന്നിത്തല, മാവേലിക്കര പ്രദേശങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ബാല്യകാല ഇടപെടലുകളൊക്കെ. അന്ന് അദ്ദേഹത്തിൻ്റെ പേര് മുണ്ടുവേലിൽ ജോർജ് കുട്ടിയായിരുന്നു. അദ്ദേഹം രാത്രിയിൽ പ്രസംഗം കേൾക്കുവാനായിട്ട് പോകുമായിരുന്നു. അന്ന് പ്രസംഗിച്ചത് പടിക്കൽ തോമസ് ഉപദേശിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം വേദപുസ്തക അധിഷ്ഠിതമായിരുന്നു. ജോർജ് കുട്ടിയെ പ്രസംഗം കേൾക്കുവാനായിട്ട് പോകുമായിരുന്നു. അന്ന് ഈ ഉപദേശി ഒരു ചോദ്യം ചോദിച്ചു ജനങ്ങളോട്. നമ്മളും പ്രസംഗത്തിനിടയ്ക്ക് ചോദ്യം ചോദിക്കും, മറുപടി വരാത്തത് കൊണ്ട് നമ്മൾ തന്നെ ഉത്തരം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന പാരമ്പര്യമാണ് ഇപ്പോഴുള്ളത്. ഈ പടിക്കൽ തോമസ് ഉപദേശി ചോദിച്ചു, ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയം യേശുവിന് കൊടുക്കുമോ? 1930 ഓർത്തിരിക്കണം. ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയം യേശുവിന് കൊടുക്കുമോ? ഒരു പ്രാവശ്യം ചോദിച്ചു, 2 പ്രാവശ്യം ചോദിച്ചു. നമ്മളെപ്പോണക്ക് ആരും ഒന്നും അനങ്ങിയില്ല. 10-12 വയസ്സുള്ള ജോർജ് കുട്ടി എഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഹൃദയം യേശുവിന് കൊടുക്കുന്നു. ഞാൻ എൻ്റെ ഹൃദയം യേശുവിന് കൊടുക്കുന്നു. ഞാൻ പറയും, ആ ജോർജ് കുട്ടി വളർന്നു, വലുതായി, ഫാദർ എം വി ജോർജായി, ഗീവർഗീസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പൊലീത്തായി, സഭാരത്നം ഗീവർഗീസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പൊലീത്ത ആയി 94 വർഷം നമ്മെ നയിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അടയാളമായിരുന്നു. പ്രാർത്ഥനയുടെ അടയാളം. ഹൃദയം ദൈവത്തിന് കൊടുത്തു. 1992 ജൂൺ 16 അദ്ദേഹത്തിന് ഹൃദയ ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വന്നു. 5 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു. അമേരിക്കയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. പ്രഗത്ഭരായ ഡോക്ടർമാർ പറഞ്ഞു 1.5 മാസം ജീവിക്കുമെന്ന്. അന്നൊക്കെ ഇത് നേരിട്ട് കേൾക്കുമ്പോഴും വായിക്കുമ്പോഴുമൊക്കെ ഈ ബ്ലോക്കിൻ്റെ വലിയ ആത്യന്തികമായ ഇടപെടൽ എനിക്കറിയില്ലായിരുന്നു. ഈ അടുത്ത സമയത്ത് ഡോക്ടർമാർ പറഞ്ഞു, എനിക്ക് 3 ബ്ലോക്ക് ഉണ്ടെന്ന്. 1 ബ്ലോക്ക് മാറ്റി, ഇനി 2 കയ്യിലിരിപ്പുണ്ട്. അപ്പോഴാണ് ഈ 5 ബ്ലോക്കിനെ കുറിച്ചുള്ള ചിന്തയും ഭാരവും ഒക്കെ എൻ്റെ മനസ്സിൽ വന്നത്. അന്ന് ഇത്രമാത്രം ടെക്നോളജിയും ഇത്രമാത്രം സംവിധാനവും ആശുപത്രികളിലില്ല. അതുകൊണ്ട് അമേരിക്കയിലെ ഡോക്ടർമാർ പറഞ്ഞു 1.5 മാസം ജീവിക്കുമായിരുന്നു. സംഭവം എന്നാണ് അത് 1992. പക്ഷെ അദ്ദേഹം എത്ര കാലം ജീവിച്ചു? 1912 ഈ ഭൂമുഖത്ത് നിന്നും യാത്രയാകുമ്പോൾ ഏതാണ്ട് 20 വർഷം അദ്ദേഹത്തിന് പ്രവർത്തിക്കുവാൻ അവസരം നൽകി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്. അടുത്തൊരു വരി കൂടിയുണ്ട്, ജീവനും മരണവും ഒരുപോലെ കാൽവറി തന്നൊരു വൻധൈര്യം. അഭിമന്യ ഒസ്താത്യോസ് തിരുമേനിയുടെ കബറിടത്തിൽ എഴുതി വച്ചിരിക്കുന്ന പാട്ടാണിത്. വലിയ സംഘർഷങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ, ICUവിൽ കിടക്കേണ്ടി വരുമ്പോൾ, ഏതെങ്കിലും വേദനകളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ശാന്തമായി ഈ പാട്ട് ഒന്ന് മന്ത്രിക്കുക. ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്, ജീവനും മരണവും ഒരുപോലെ കാൽവറി തന്നൊരു വൻധൈര്യം എന്നാണ് അദ്ദേഹം പാടിയത്. അമേരിക്കയിൽ നിന്ന് ശസ്ത്രക്രിയയൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പാട്ടെഴുതി. എൻ്റെ ശസ്ത്രക്രിയയുടെ അവസരത്തിൽ ഞാൻ പാട്ടുകാരനല്ലെങ്കിലും ഹൃദയത്തിൽ മന്ത്രിച്ച പാട്ട് ഒസ്താത്യോസ് തിരുമേനിയുടേതായിരുന്നു. ഞാനത് പറഞ്ഞു കേൾപ്പിക്കാം. യേശുവേ, എൻ്റെ ഹൃദയം നിന്റെ രാജധാനിയായി തീർക്കണേ, ആശിഷം നൽകി കേടുകൾ പോക്കി രാജാവായി അങ്ങ് വാഴണേ. നമ്മുടെ സ്നേഹ സന്ദേശം വളരെ മനോഹരമായി ഈ പാട്ടുകളൊക്കെ ട്യൂൺ ചെയ്ത് അവതരിപ്പിക്കുന്നുണ്ട്. ഇന്നും ഈ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടു. യൂട്യൂബിൽ ഈ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കാവുന്നതാണ്. യേശുവേ,
എൻ്റെ ഹൃദയം നിന്റെ രാജധാനിയായി തീരണേ. അവിടുന്ന് ആശീഷം നൽകി, അനുഗ്രഹങ്ങൾ നൽകി, വാഴ്വുകൾ നൽകി. എൻ്റെ ഹൃദയത്തിലെ എല്ലാ കേടുകളും പോക്കണമേ. ആ വാക്കാണ് എനിക്കിഷ്ടം. സാധാരണ ഒരു വാക്ക്, സാധാരണ മനുഷ്യൻ്റെ ഒരു വാക്ക്. എൻ്റെ കേടുകൾ പോക്കി അങ്ങ് രാജാവായി വാഴണം. ഇതാണ് ആ പാട്ടിൽ നിലനിൽക്കുന്നത് എന്നോർക്കണം. അതുകൊണ്ടാണ് ഞാൻ ആമുഖവാക്യം എടുത്തത്. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, ആദ്യ തൊട്ട് അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് എൻ്റെ ദൈവമാണ്. ആ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. ആ ദൈവം സകലതും എനിക്ക് വേണ്ടി നിർവഹിക്കുന്നു എന്നാണ് ഗീവർഗീസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പൊലീത്ത നമ്മോട് പറയുന്നത്. രണ്ടാമത്തെ ആശയം ഡിയിൽ തുടങ്ങുന്നത്. ഒന്നാമത്തേത് എന്തായിരുന്നു? ഡി ഫോർ ഡിവോഷൻ. രണ്ടാമത്തേത് ഡി ഫോർ ഡിസിപ്ലിൻ, സ്ഥിരോത്സാഹം, ശിക്ഷണം. ആ വാക്കുകൾ മറന്നു പോകരുത്. ഞാൻ പറയും ഗീവർഗീസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പൊലീത്ത സ്ഥിരോത്സാഹിയായ പിതാവ്. വാക്ക് മനോഹരമാണ്. സ്ഥിരോത്സാഹിയായ, എപ്പോഴും എപ്പോഴും. നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടല്ലോ 7x24 ടെക്നോളജിയുടെ വാക്ക. എപ്പോഴും നിരന്തരമായി അദ്ദേഹം സജീവനായിരുന്നു. സ്ഥിരോത്സാഹിയായ പിതാവ്. ഡിസിപ്ലിൻ എന്ന വാക്കിൻ്റെ ഒരു ഡിക്ഷണറി മീനിങ് ഞാനൊന്ന് വായിക്കുകയാണ്. ദ എബിലിറ്റി ടു ബിഹേവ് ആൻഡ് വർക്ക് ഇൻ എ കൺട്രോൾഡ് വേ. നിയന്ത്രിതമായ രീതിയിൽ ഇടപെടുവാനും പ്രവർത്തിക്കുവാനുമുള്ള കഴിവ്. ദാറ്റ് ഈസ് ഡിസിപ്ലിൻ. വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നിയുണ്ടായി. നിയന്ത്രിതമായ രീതിയിൽ ഇടപെടാനും പ്രവർത്തിക്കുവാനുമുള്ള സർഗശേഷി, വൈഭവം, കഴിവ്. സ്താത്യോസ് തിരുമേനി അതിലൊരു രാജാവ് തന്നെയായിരുന്നു. അദ്ദേഹം വളരെ ശിക്ഷണത്തിൽ അദ്ദേഹം വളരുകയുണ്ടായി. അദ്ദേഹം തന്നെ പറഞ്ഞൊരു വാചകം ഞാൻ ഉദ്ധരിക്കുകയാണ്. നമുക്കറിയാം 1965 അദ്ദേഹം മെത്രാപ്പൊലീത്ത ആയി തീരേണ്ടതായിരുന്നു. അന്ന് ഞാൻ ജനിച്ചിട്ടില്ല. 1965 അദ്ദേഹം മെത്രാപ്പൊലീത്ത ആകേണ്ടതായിരുന്നു. ദൈവഹിതം അദ്ദേഹത്തിൻ്റെ വാചകമാണ്. 10 വർഷം കഴിഞ്ഞപ്പോൾ 1975 അദ്ദേഹം മെത്രാപ്പൊലീത്ത ആയിത്തീർന്നു. അദ്ദേഹം എഴുതിയ വാചകം ഇങ്ങനെയാണ്: അത് ഭാഗ്യം, അതുകൊണ്ടാണ് ദീർഘനാൾ സെമിനാരിയിൽ പഠിപ്പിക്കുവാൻ എനിക്ക് കഴിഞ്ഞത്. എല്ലാ തിന്മകളെയും, എല്ലാ വേദനകളെയും, എല്ലാ സങ്കടങ്ങളെയും ഗുണപരമായി പൊളിച്ചെഴുതുവാൻ, സാംശീകരിക്കുവാൻ നമ്മുടെ പിതാവിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ 1975 മെത്രാപ്പൊലീത്തായത് ഭാഗ്യമാണ്, അതുകൊണ്ടാണ് ദീർഘകാലം സെമിനാരിയിൽ പഠിപ്പിക്കുവാൻ കഴിഞ്ഞത്. അടുത്തവരെ ഇങ്ങനെയാ: ദൈവം തിന്മ ചെയ്യുന്നില്ല, എല്ലാം നന്മയാണെന്ന് പഠിപ്പിച്ചോ. ഇതൊരു തിയറിയാ. ദൈവം നമുക്ക് നന്മയാണ് ചെയ്യുന്നത്, തിന്മ ചെയ്യുന്നില്ല. രോഗം വരട്ടെ, ദുഃഖം വരട്ടെ, മരണമുണ്ടാകട്ടെ, പ്രിയപ്പെട്ടവരുടെ സാമ്പത്തിക പരാജയമുണ്ടാകട്ടെ, അപഹാസ്യങ്ങളുണ്ടാകട്ടെ, നിന്ദയുണ്ടാകട്ടെ, ആരോപണമുണ്ടാകട്ടെ, എല്ലാം നന്മയ്ക്കായി. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയെക്കുറിച്ച് വളരെ മനോഹരമായ പഠനങ്ങൾ ഗ്രന്ഥരൂപത്തിൽ എഴുതിയിട്ടുള്ളത് അഭിവന്യനായ ഡോക്ടർ യൂഹാനോൻ മാർ തേവോദോറോസ് തിരുമനസ് കൊണ്ടാണ്. എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ഈ കബറിടത്തിൽ വരുമ്പോൾ ഒസ്താത്യോസ് തിരുമേനിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കണം. അതിൽ കൂടി ഒസ്താത്യോസ് തിരുമേനി നമ്മുടെ ഹൃദയങ്ങളിൽ, അന്തരാത്മാവിൽ സജീവമായി നിലനിൽക്കണം. ഈ പിതാക്കന്മാരൊക്കെ സമയമെടുത്ത് ഈ പുസ്തകങ്ങൾ എഴുതുമ്പോൾ ഞാൻ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹത്തെ അഭിമുഖം നടത്തി 93-ാമത്തെ വയസ്സിൽ ഒരു ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥത്തിൻ്റെ പേരാണ് മാർ ഒസ്താത്യോസ് സ്നേഹ സംവേദനം. ഈ പുസ്തകത്തിൽ ഒരു ചോദ്യം ചോദിച്ചു: ജീവിതം അങ്ങേ എന്ത് പഠിപ്പിച്ചു?
20 ഉത്തരങ്ങൾ അദ്ദേഹം പറയുന്നത്. ഞാൻ ഒരു ഉത്തരം പറയാം. ജീവിതം അങ്ങേ എന്ത് പഠിപ്പിച്ചു? അദ്ദേഹം ഒരു തിയറിയാണ് പറഞ്ഞത്. അമ്മയാണ് എന്നെ ദൈവസ്നേഹവും പങ്കുവെക്കലും പഠിപ്പിച്ചത്. ഉസ്താദ് ജോസഫിന്റെ ഗ്രന്ഥങ്ങളിൽ എന്താ ഉള്ളത്? ഉസ്താദ് ജോസഫിന്റെ പ്രസംഗങ്ങളിൽ എന്താ നിലനിൽക്കുന്നത്? അതിൽ നിലനിൽക്കുന്നത് പങ്കിടിയിലും സ്നേഹവുമാണ്. അദ്ദേഹം ഇന്ത്യയിലെ പല സെമിനാറുകളിൽ പഠിപ്പിച്ചു. അമേരിക്കയിൽ പ്രഗത്ഭരായ വേദശാസ്ത്രജ്ഞന്മാരൊപ്പം പഠിച്ചു. പക്ഷേ അദ്ദേഹം പറയുകയാണ്, അമ്മയാണ് എന്നെ ദൈവസ്നേഹവും പങ്കുവെക്കലും പഠിപ്പിച്ചത്. ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ അമ്മ പകർന്നു തന്നു. നമ്മളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ പകർന്നു കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. അമ്മ എന്താണ് ബാലപാഠം പകർന്നു കൊടുത്തത്? ഗീവർഗീസ് മാർ ഉസ്താദ് തിരുമേനി പറയുകയാണ്, അമ്മ എനിക്ക് ആദ്യം വേദപുസ്തകം തന്നു. അമ്മയത് വായിക്കുവാൻ പഠിപ്പിച്ചു. ഉസ്താദ് തിരുമേനി ജീവിതത്തെ മാറ്റിമറിക്കുന്ന അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ വേദശാസ്ത്രത്തെ രൂപപ്പെടുത്തിയ അനുഭവമാണ്. സ്വന്തം ഭവനത്തിൽ നിന്നും അമ്മയിൽ നിന്നും പങ്കിടാനും ദൈവസ്നേഹം മനസ്സിലാക്കുവാനും അമ്മ എനിക്കാദ്യം വേദപുസ്തകം തന്നു, അത് വായിക്കുവാൻ പഠിപ്പിച്ചു. ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എപ്പോഴും ഈ വേദവാക്യങ്ങളൊക്കെ ഇങ്ങനെ ഉരുവിടുന്നല്ലോ, ഏത് വാക്യങ്ങളും വളരെ പെട്ടെന്ന് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും പ്രവചന പുസ്തകത്തിൽ നിന്നുമൊക്കെ ഇങ്ങനെ ചാടി പറയും. അപ്പോൾ ബലഹീനായി ഞാൻ ചോദിച്ചു, തിരുമേനി എങ്ങനെയാണ് ഈ വേദവാക്യമൊക്കെ ഇങ്ങനെ ചാടി പറയാൻ പറ്റുന്നത്? അദ്ദേഹം എന്നോട് രൂക്ഷമായിട്ട് നോക്കിയിട്ട് പറയുക, അതെ ഇപ്പോഴല്ല പഠിക്കേണ്ടത്, പണ്ട് ബാല്യത്തിൽ പഠിക്കണമായിരുന്നു. ഞാൻ ചൂളിപ്പോയി. സത്യം പറഞ്ഞാൽ ഇപ്പോഴല്ല പഠിക്കേണ്ടത്, ബാല്യത്തിൽ പഠിക്കണം. ഉസ്താദ് തിരുമേനി ഇത്രമാത്രം ഈ ചിന്തകൾ നിലനിർത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബാല്യത്തിൽ അദ്ദേഹം പഠിച്ച വേദഭാഗം. അതുകൊണ്ട് അദ്ദേഹത്തിന് എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ഒരു വേദപുസ്തകം ഉണ്ടായിരുന്നു. നരണം ഭദ്രാസനത്തിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഇവിടെ ഒരു വേദപുസ്തകം, എവിടെ പോയാലും വേദപുസ്തകം. എനിക്കിഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊന്ന് വേദപുസ്തകം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു മനോഹരമായ ചിത്രമാണ്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഗീവർഗീസ് മാർ ഉസ്താദ് തിരുമേനി ഡിസിപ്ലിൻ, ശിക്ഷണം, സ്ഥിരോത്സാഹം, നിയന്ത്രിതമായ രീതിയിൽ ഇടപെടാനും പ്രവർത്തിക്കുവാനും കഴിഞ്ഞ ശിക്ഷണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം ശിക്ഷണങ്ങൾ പലപ്പോഴും പടിയിറങ്ങിപ്പോയി എന്നുള്ളത് നമ്മൾ ആത്മതപനത്തോടെ ഓർക്കണം. വീണ്ടും ഗീവർഗീസ് മാർ ഉസ്താദ് തിരുമേനി നമ്മുടെ മുന്നിൽ ആരായിരുന്നു? ഡിയിൽ തുടങ്ങുന്ന മൂന്നാമത്തെ വാക്കാണ് D4, ഡെഡിക്കേഷൻ, ആത്മാർപ്പണം, സമർപ്പണം. ആത്മാർപ്പണം നടത്തിയ പിതാവ് സമ്പൂർണമായി ജീവിതത്തെ കൊടുത്തു. ഡെഡിക്കേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം കൂടി നോക്കണം. അതിന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറയുന്ന അർത്ഥം എന്ന് പറയുന്നത് എ സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ്, ലോയൽറ്റി ആൻഡ് ഫോക്കസ് എഫേർട്ട് ടുവേഴ്സ് എ പർട്ടിക്കുലർ ടാസ്ക്. സമർപ്പണമെന്നാൽ ശക്തമായ പ്രതിബദ്ധതയും വിശ്വസ്തതയും പ്രത്യേക ദൗത്യം ലക്ഷ്യമാക്കിയുള്ള കേന്ദ്രീകൃതമായ പരിശ്രമവും. ഉസ്താദ് തിരുമേനിയുടെ ഡെഡിക്കേഷൻ എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? ഉസ്താദ് തിരുമേനി ഏത് വേദഭാഗം എടുത്ത് പ്രസംഗിച്ചാലും ഏത് വേദശാസ്ത്രം അപഗ്രഥിച്ചാലും അത് വന്നു നിൽക്കുന്നത് എവിടെയായിരിക്കും? അത് മിഷനിലായിരിക്കും. മിഷൻ വേദശാസ്ത്രത്തിലായിരിക്കും അദ്ദേഹം വന്നു നിൽക്കുന്നത്. 1958 സെൻറ്റ് പോൾസ് സുവിശേഷ സംഘം അദ്ദേഹം ആരംഭിക്കുന്നത്. 1959 പുതുപ്പാടി സെൻറ്റ് പോൾസ് ആശ്രമം അദ്ദേഹം ആരംഭിച്ചു. നമ്മളൊക്കെ ഇരിക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ, ഇതൊരു പവിത്രമായ ഭൂമിയാണ്, പരിശുദ്ധമായ ഭൂമിയാണ്. മാവേലിക്കര സെൻറ്റ് പോൾസ് 1979 ഇവിടെ സെൻറ്റ് പോൾസ് മിഷൻ ട്രെയിനിങ് സെൻറ്റർ ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ എന്തായിരുന്നു? സഭയ്ക്ക് മിഷൻ പഠനത്തിന് കേന്ദ്രമുണ്ടാകണം, മിഷൻ ദർശനം ദേശീയ തലത്തിലുണ്ടാവണം.
അതുകൊണ്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഭാരതം മുഴുവൻ സുവിശേഷ പ്രവർത്തനം നടക്കണം. അദ്ദേഹം ഇന്ത്യയുടെ ഏതെല്ലാം ഭാഗത്ത് പോയോ അവിടെയൊക്കെ ഇടവക സ്ഥാപിച്ചു, അവിടെയൊക്കെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ തലക്കെട്ട് മാത്രം വായിച്ചാൽ മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു മലയാളം പുസ്തകത്തിൻ്റെ പേരിതാണ്, സ്നേഹിക്കുക, വചനം പ്രസംഗിക്കുക. സത്യസിനിമയുടെ ജീവിതമാണ്, സത്യസിനിമയുടെ ഡെഡിക്കേഷനാണ് അതിൻ്റെ തലക്കെട്ട്. സ്നേഹിക്കുക, വചനം പ്രസംഗിക്കുക. മറ്റൊരു പുസ്തകമുണ്ട്, നിർമനുഷ്യത്വം അഥവാ പ്രായോഗിക നിരീശ്വരത്വം. അദ്ദേഹം എങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കുന്നത്? നമ്മിൽ നിന്നൊക്കെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകുന്നു. ഇച്ചിരി ഗ്രാമറാ. ഒരു മലയാള പദത്തിൻ്റെ മുന്നിൽ നിർ എന്നൊരു പദം വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നഷ്ടപ്പെട്ടത്, പൊയ്പോയത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഡിക്ഷണറി നോക്കാമെങ്കിൽ നിർമനുഷ്യത്വം എന്നൊരു പദം കാണുകയില്ല. സ്താത്യുസ്തിരുമേനെ രൂപപ്പെടുത്തി. ഇന്നത്തെ മനുഷ്യർ, ഇന്നത്തെ സമൂഹം നിർമനുഷ്യരാണ്. അവർക്ക് മനുഷ്യത്വം പോയി, അവർക്ക് നന്മ പോയി, അവർക്ക് സ്നേഹം പോയി, അവർക്ക് സത്യം പോയി, അവർക്ക് ധാർമ്മികത പോയി, അവർക്ക് സദാചാരം പോയി. എന്തിനാണ് ഞാൻ വിശദീകരിക്കുന്നത്? നിർമനുഷ്യത്വം അത് തന്നെ ഒരു പ്രായോഗിക നിരീശ്വരത്വമാണ്. ഒരു പുസ്തകം കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം നിർത്താം. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണ് ആ പുസ്തകം വളരെ ആകർഷകമായിട്ട് തോന്നിയത്. ആ പുസ്തകത്തിൻ്റെ 3 വാക്കുകളാണ്: മാഫിയ, സോഫിയ, ഗ്ലോറിയ. നല്ല പേരാണല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടുപോയി കുഞ്ഞുങ്ങൾക്ക് പേരിടരുത്, മാഫിയ എന്നൊക്കെ. മാഫിയ, അദ്ദേഹം തന്നെ അതിന് നിർവചനം കൊടുത്തിട്ടുണ്ട്. മാഫിയ, പുസ്തകത്തിൻ്റെ പേര് മാഫിയ, സോഫിയ, ഗ്ലോറിയ. സത്യസിനിമേനെ പറയാ, മാഫിയ എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും എല്ലാ തിന്മയും, എല്ലാ അനീതിയും, എല്ലാ കാപട്യവും നിറഞ്ഞു നിൽക്കുന്ന അനുഭവം. അതുകൊണ്ടാണ് ഈ മാഫിയ സംസ്കാരം എന്നൊക്കെ പറയുന്നത്, മാഫിയ ലോകം എന്നൊക്കെ പറയുന്നത്. സ്താത്യോസ് തിരുമേനി അവതരിപ്പിക്കുകയാണ്. സോഫിയ, അദ്ദേഹം പ്രത്യേകമായിട്ടാണ് നിർവചിക്കുന്നത്. നിഷ്ക്രിയമായ നിലപാടാണ്. എനിക്ക് തന്നതെല്ലാം ദൈവം തന്നതാണ്, എനിക്ക് ആർക്കും കൊടുക്കാനില്ല. ദാറ്റ് ഈസ് സോഫിയ. ജ്ഞാനം എന്നൊക്കെ അതിൻ്റെ അർത്ഥം, പരിജ്ഞാനം എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും അദ്ദേഹം അതിനെ നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നിഷ്ക്രിയമായ നിലപാട്. നമ്മളൊക്കെ ഇന്ന് നിഷ്ക്രിയമായ നിലപാടുകളാണ് ഓരോ കാര്യത്തിലും. അതേസമയം അദ്ദേഹം പറയുന്നു, നമുക്ക് വേണ്ട നിലപാട് മാഫിയ അല്ല, നമുക്ക് വേണ്ട നിലപാട് സോഫിയ അല്ല, നമുക്ക് വേണ്ട നിലപാട് ഗ്ലോറിയയാണ്. അത് അദ്ദേഹം ഒരു വാക്യത്തിൽ കൂടിയാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാമത്തെ വാക്യം: അവൻ വളരണം, ഞാനോ കുറയണം. സ്താത്യോസ് തിരുമേനിയുടെ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ എന്നോട് തന്നെയുള്ള ഒരു ഇടപെടലാണ്. ഞാൻ കുറയണം, ദൈവം വളരണം, അവൻ വളരണം, അവൻ വളരണം, ഞാൻ കുറയണം, ഞാനോ കുറയണം, നീയോ വളരണം. ഇങ്ങനെ മറിച്ചും മാറ്റിയുമൊക്കെ അദ്ദേഹം അത് പറയുന്നുണ്ട്. ഓർത്തിരിക്കുന്ന ഡെഡിക്കേഷൻ, ആത്മാർപ്പണം, സമർപ്പണം, ഒരു പ്രതിബദ്ധത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ കഥകളും ഉദാഹരണങ്ങളും പറയുമ്പോൾ നീണ്ടുപോകും. ഒരു ആശയം കൂടി പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഡിയിൽ തുടങ്ങുന്ന 3 വാക്കുകളാണ്. 4-ാമത്തെ വാക്ക് ഡിറ്റർമിനേഷൻ. ഇച്ചിരി കട്ടിയായ വാക്കാണ്. നിശ്ചയദാർഢ്യം. സ്താത്യോസ് തിരുമേനിയുടെ നിശ്ചയദാർഢ്യം അപാരമായിരുന്നു. 94-ാമത്തെ വയസ്സിലും അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം അതിതീവ്രമായിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം, അദ്ദേഹത്തിൻ്റെ ആത്മകഥ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. 2011 അദ്ദേഹം ഒരു പുസ്തകം എഴുതി, സോഷ്യലിസത്തിൻ്റെ ദൈവശാസ്ത്രം. അതിൻ്റെ ഒരു അധ്യായം എന്ന് പറയുന്നത് അദ്ദേഹം ആരായിരുന്നു എന്ന് പറയുന്ന 5 ആശയങ്ങളാണ്. ഓരോ ഘട്ടത്തിലും, ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അദ്ദേഹം പുലർത്തിയ നിലപാട് അതിനകത്ത് പറയുന്നുണ്ട്. 1941 മുതൽ 51 വരെ അദ്ദേഹം പറയുന്നു,
ഞാനൊരു സുവിശേഷകനായിരുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. 1951 മുതൽ 1975 വരെ, ഓർത്തിരിക്കണം, 75 എന്താ പ്രത്യേകത? മെത്രാപ്പോലിത്ത ആയ വർഷമാണ്. ഞാനൊരു കൺവെൻഷൻ പ്രസംഗകനായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നു, എൻ്റെ പ്രൗഢമായ, പ്രമുഖമായ, പ്രശസ്തമായ എല്ലാ കൺവെൻഷൻ പ്രസംഗവും വൈദികനായിരുന്നപ്പോൾ ഉള്ളതാണ്. അദ്ദേഹം മൂന്നാമത് പറയുന്നു, 1952 മുതൽ 2008 വരെ ഞാൻ ഒരു അധ്യാപകനായിരുന്നു. 2012 വരെ നോക്കാമെങ്കിൽ അന്ന് മുതൽ അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു. നാലാമത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, 1975 മുതൽ 2012 വരെ, ഞാൻ അടയാളപ്പെടുത്തിയതല്ല, ഗീവറീസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പൊലീത്ത സ്വയമായി അടയാളപ്പെടുത്തുകയാണ്. മെത്രാപ്പൊലീത്ത ആയതിനു ശേഷം ലോകത്തോട് യാത്ര പറയുന്ന 2012 വരെ ദൈവം എന്നെ ഒരു വേദശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഉയർത്തി. ഞാൻ വായിച്ച് കേൾപ്പിച്ച പുസ്തകങ്ങളെല്ലാം 1975 ശേഷം എഴുതിയ പ്രൗഢ ഗ്രന്ഥങ്ങളാണ്. എൻ്റെ സമാപനത്തിൽ അദ്ദേഹം പറയുന്നു, 1999 മുതൽ 2012 വരെ, അപ്പോൾ ഈ ഭരണമൊക്കെ മാറി, മെത്രാപ്പൊലീത്ത സ്ഥാനം നിങ്ങൾക്ക് ഒഴിവാക്കി ഇവിടെ വിശ്രമിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാനൊരു സ്നേഹത്തിൻ്റെ പ്രവാചകനാണ്, സ്നേഹത്തിലെ പ്രവാചകനാണ്. ഓർത്തിരിക്കണം, എനിക്ക് ഏറ്റവും അധികം ചൂണ്ടിക്കാണിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം. 2011 ഡിസംബർ 9 നമുക്കറിയാം, അന്ന് അദ്ദേഹം പരമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അതേ സമയത്ത് കോട്ടയത്ത് വലിയൊരു സംഭവം നടക്കുകയാണ്. അദ്ദേഹം നട്ടു വളർത്തി, അദ്ദേഹത്തിൻ്റെ സ്വപ്ന ഭൂമിയായിരുന്നു തിരുവാതിക്കൽ ബാലഗ്രാം. അതിൻ്റെ ഉദ്ഘാടനമാണ്. ആശുപത്രിയിൽ നിന്നും അദ്ദേഹം കോട്ടയത്തെത്തി അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്. ഞാൻ ആ വരി മാത്രം വായിക്കാം. ആ വരികളാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യ സന്ദേശമായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഒസ്താത്യോസ് തിരുമേനി നമ്മോട് പറയുകയാണ്, 2012 പറഞ്ഞ 11 പറഞ്ഞ ഈ സന്ദേശം 2024 പ്രതിധ്വനിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, സ്വാർത്ഥന്മാരുടെ എണ്ണം കുറയണം, നന്മ ചെയ്യുന്നവരുടെ എണ്ണം കൂടണം. കോടീശ്വരന്മാരെ ആവശ്യമില്ല, ദരിദ്രൻ്റെത് പിടിച്ചെടുത്താണ് കോടീശ്വരൻ്റെ കയ്യിലിരിക്കുന്നത്. പാവങ്ങൾക്ക് കൊടുക്കാത്തവൻ മനുഷ്യനല്ല. സ്വാർത്ഥന്മാർ മൃഗീയത വളർത്തുന്നു. സ്വാർത്ഥത വെടിഞ്ഞ് സ്നേഹത്തിൽ വളരുമ്പോൾ മനുഷ്യനാകും. സ്നേഹത്തിൽ വളരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഒരു പ്രഭാഷണത്തിന് ശേഷം അദ്ദേഹം ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചിട്ടില്ല. ഈ പ്രഭാഷണത്തിന് ശേഷം അദ്ദേഹം ആശുപത്രിയിൽ അല്ലെങ്കിൽ ഈ സെൻറ്റ് പോൾസിൽ വിശ്രമിക്കുകയായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ കാച്ചി കുറുക്കിയ വലിയ ഒരു ആശയമാണ്. ഗീവറീസ് മാർ ഒസ്താത്യോസ് തിരുമേനി ഈ 94-ാമത്തെ വയസ്സിലും സഭയോടും മാർത്തോമാ സിംഹാസനത്തോടും സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ചും സഭയുടെ വിശ്വാസത്തെക്കുറിച്ചും ധീരമായ ഇടപെടൽ നടത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ക്രാന്തദർശിയായിരുന്നു. അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹം ഒരു ദൈവാത്മാവുള്ള വലിയ പിതാവായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. എൻ്റെ പ്രഭാഷണം സമാപിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ സമാപനത്തിൽ പറയുന്നുണ്ട്, ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. ഇത്രയൊക്കെ ദൈവം അനുഗ്രഹിച്ചു. അനേക രാജ്യങ്ങളിൽ പോയി, അനേക സ്ഥാപനങ്ങൾ ആരംഭിച്ചു, അനേക ആളുകളെ ആകർഷിച്ചു. ഞാൻ പറയും, ഇന്ന് മലങ്കര സഭയിലുള്ള എല്ലാ വൈദികരും എല്ലാ മെത്രാപ്പൊലിത്തന്മാരും ഒസ്താത്യോസ് തിരുമേനിയിൽ കൂടി ആകൃഷ്ടരായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആരും എന്നോട് വഴക്കിന് വരരുത്. ഇപ്പോഴത്തെ പരിശുദ്ധ കാതോലിക്ക ബാവായും ഒസ്താത്യോസ് തിരുമേനിയുടെ ദർശനം ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: ഞാൻ സാമൂഹിക പ്രവർത്തനങ്ങൾ സഭയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ പ്രശംസയും പോകുന്നത് അഭിവന്ദനായ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിക്കാണ്. ഓർത്തിരിക്കണം, എല്ലാവരെയും അദമ്യമായി ആകർഷിച്ച മനോഹരമായ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പുണ്യാത്മാവാണ്
ഗീവർഗീസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പൊലീത്ത. അദ്ദേഹം പൗലോസ്ലീഹായുടെ 1 കൊരിന്ത്യൻസ് 15-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യമാണ്, ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. അതിൻ്റെ ഒരു കൺക്ലൂഷൻ സ്വന്തമായിട്ട് അദ്ദേഹം എഴുതി, ഞാനാകുന്നത് ദൈവകൃപയാലും മറ്റുള്ളവരുടെ സഹായത്താലുമാണ്. അതാണ് ഒസ്താദ്യോസ് തിരുമേനി. അദ്ദേഹം പറഞ്ഞു, ഞാനാകുന്നത് ദൈവകൃപയാലും മറ്റുള്ളവരുടെ സഹായത്താലുമാണ്. സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും ദൈവകൃപയാലും മറ്റുള്ള അനേകരുടെ സഹായത്താലുമാണ് നമ്മൾ ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അന്ത്യ സന്ദേശത്തിൽ ഒരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയത്, ഈരക്കടവിലെ ജോർജ് കുട്ടി, ഗീവർഗീസ് മാർ ഒസ്താദ്യോസ് തിരുമേനിയുടെ പഴയ പേരാ. ഈരക്കടവിലെ ജോർജ് കുട്ടി ഒന്നുമില്ലാത്തവനായിരുന്നു, എന്നാൽ ഇന്ന് എല്ലാമുള്ളവനായി, എല്ലാവരുമുള്ളവനായി. ഇതാണ് ആ സാക്ഷ്യം, ഇതാണ് ആ ജീവിതം, ഇതാണ് ആ ദർശനം. ഒന്നുമില്ലാത്തവനായിരുന്നു, എന്നാൽ ഇന്ന് എല്ലാം ഉള്ളവനായി, എല്ലാവരും ഉള്ളവനായി. ദൈവസന്നിധിയിൽ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താദ്യോസ് തിരുമേനി പുണ്യവാനാണ്, ദാർശനികനാണ്, വിശുദ്ധനാണ്, നമ്മെ അനുദിനം പ്രചോദിപ്പിക്കുന്ന മധ്യസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സംക്ഷിപ്തം ഡിയിൽ തുടങ്ങുന്ന 4 വാക്കുകളിൽ ഞാൻ ഉപസംഹരിക്കുകയാണ് ചെയ്തത്. 1, ദൈവാഭിമുഖ്യമുള്ള പിതാവ്. ഈ പെരുന്നാളിൽ പങ്കുചേരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, എന്നെ ദൈവാഭിമുഖ്യമുള്ള ഒരു വിശ്വാസിയായി, ഒരു മനുഷ്യനായി എന്നെ രൂപപ്പെടുത്തണമേ. സ്ഥിരോത്സാഹിയായ പിതാവ്, ഡിസിപ്ലിൻ. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ സ്ഥിരോത്സാഹം, ഒരു ശിക്ഷണം അനുദിനം പകർന്നു തരണമേ. ഫോർ ഡെഡിക്കേഷൻ, ആത്മാർപ്പണം, അനുദിനം ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, പൂർണ്ണമായി സമ്പൂർണ്ണമായി സമർപ്പിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ കഴിയണമേ. അവസാനമായി പറഞ്ഞത് ഡി ഫോർ ഡിറ്റർമിനേഷൻ, ഒസ്താദ്യോസ് തിരുമേനിയുടെ നിശ്ചയദാർഢ്യം. 94-ാം വയസ്സിലും അദ്ദേഹം പുലർത്തിയ ആ നിശ്ചയദാർഢ്യം സാമൂഹ്യ കാഴ്ചപ്പാടിൻ്റെതായിരുന്നു. ആ നിശ്ചയദാർഢ്യം ധർമ്മത്തിൻ്റെയും നീതിയുടെയും ആയിരുന്നു. ആ നിശ്ചയദാർഢ്യം സ്നേഹത്തിൻ്റെ പക്ഷം ചേരുന്നതായിരുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ അഭിമന്യ പിതാക്കന്മാരോടുമുള്ള വളരെ വിനീതമായ ആദരവ്, സ്നേഹം ഞാൻ പങ്കുവെക്കുകയാണ്. ഒസ്താദ്യോസ് തിരുമേനിയെ സ്നേഹിക്കുന്ന നമുക്കെല്ലാവർക്കും ഈ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കാം. ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആദരവ്, സ്നേഹം, നന്ദി.